2018 പ്രളയത്തിന് ശേഷം അടിമുടി തകർന്നുപോയ നിരവധി പ്രദേശങ്ങളടങ്ങുന്ന വടക്കൻ പറവൂർ എന്ന നിയമസഭാ മണ്ഡലം. ആ നിയമസഭാ മണ്ഡലത്തിൽ അന്ന് പ്രതിപക്ഷത്തിന്റെ എംഎൽഎ ആയിരുന്ന വി ഡി സതീശൻ, പിൽക്കാലത്ത് പ്രതിപക്ഷ നേതാവായ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ആ നാടിന്റെ അതിജീവനത്തിന് വേണ്ടിയിട്ട് 230 വീടുകളോളം നിർമ്മിക്കുകയും 85 വീടുകൾ, 85 100 വീടുകൾ അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തു. 1000-ലേറെ തയ്യൽ മെഷീനുകൾ ഈ നിയമസഭാ മണ്ഡലത്തിൽ കൊടുത്തു. 9,000 കുട്ടികൾക്ക് ബാഗുകൾ കൊടുത്തു. 1 ലക്ഷത്തോളം നമ്മുടെ നോട്ട്ബുക്കുകൾ കൊടുത്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുനർജനി പദ്ധതിയുമായിട്ട് പുറത്തു വന്ന കണക്കുകളാണ്. അത് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ട കണക്കുകളാണ്. അത് തെറ്റാണെങ്കിൽ പറയേണ്ടത് ഇവിടെ പരിശോധിച്ച് സർക്കാരിന് പറയാൻ കഴിയും. ഇതിപ്പോ എടുത്തു പറയാൻ കാര്യം, ഈ 1000-ലേറെ തയ്യൽ മെഷീനുകൾ, 50 ടൺ കാലിത്തീറ്റ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു പ്രദേശത്തിന്റെ ജനതയെപ്പറ്റി നമുക്കൊരു ഏകദേശ ധാരണ കിട്ടും. സാധാരണക്കാരടങ്ങിയ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തിന്റെ പുനരുദ്ധാരണത്തിന് അല്ലെങ്കിൽ അതിജീവനത്തിന് വേണ്ടിയിട്ട് അവരുടെ നായകനായ അവരുടെ എംഎൽഎ ഒരു പദ്ധതി, സർക്കാരിന് പരിമിതികൾ ഉണ്ടാകാം, സർക്കാരും അത്തരം കാര്യങ്ങൾ ഇടപെടാനായിട്ട് കാലതാമസം ഉണ്ടാകും. ഇപ്പൊ തന്നെ വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് 16-17 മാസങ്ങളാകുന്നു. ഒരു വീട് പോലും ദുരന്തബാധിതർക്ക് വെച്ചുകൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് വിവിധ കമ്പനികളുടെ CSR ഫണ്ടുകൾ, വിദേശ സംഘടനകളുടെ, മലയാളി സംഘടനകളുടെ സഹായം ഒക്കെ കൂടി സ്വീകരിച്ചുകൊണ്ട് അവിടെ ഒരു അതിജീവന പദ്ധതി നടക്കുന്നത്. ആ പദ്ധതിയെ 2019-ലോ 20-ലോ തന്നെ നിയമസഭയിൽ നമ്മുടെ തോറ്റ എംഎൽഎ സ്വരാജ് ആരോപണം ഉന്നയിച്ച് ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനെ തുടർന്ന് വിജിലൻസ് അന്വേഷണം നടത്താൻ അന്നത്തെ എംഎൽഎ ആയിരുന്ന വി ഡി സതീശൻ വെല്ലുവിളിക്കുകയും ചെയ്ത് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ 6-7 കൊല്ലങ്ങളായിരുന്നു. ഇതുവരെയും ഒന്നും കണ്ടെത്താനായിട്ട് വിജയന്റെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. വിജിലൻസ് അന്വേഷണത്തിൽ തന്നെ അവർ വ്യക്തമായിട്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇതിനകത്ത് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല, കേസെടുക്കാൻ പറ്റില്ല. അതായത് ഒരു നാട്ടിൽ 230 വീടുകളും ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ആളുകളുടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകമായ രീതിയിൽ കോടിക്കണക്കിന് രൂപ വിവിധ കമ്പനികളുടെ CSR ഫണ്ടും വിവിധ സംഘടനകളുടെ സഹായത്തോടുകൂടിയും നടപ്പിലാക്കിയ ഒരു പദ്ധതിയെ ഇല്ലാതാക്കിക്കൊണ്ട്, കേവലം വ്യക്തിഹത്യ നടത്തിക്കൊണ്ട്, കേവലം രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ഒരു നാടിനെ തകർക്കാൻ, ഒരു നാടിന്റെ ജനതയുടെ അതിജീവനത്തിനെ തകർക്കാൻ CPM ഇറങ്ങി നിൽക്കുമ്പോൾ ഈ നാട്ടിലെ ജനം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ പാർട്ടി, ഈ CPM എന്ന് പറയുന്ന ക്രിമിനൽ പാർട്ടി ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത്? ഇവർ ജനങ്ങളുടെ പക്ഷത്താണോ? ജനങ്ങളുടെ ആവശ്യങ്ങളുടെ പക്ഷത്താണോ? ഇവർക്ക് ഇതുപോലൊരു പദ്ധതി നടപ്പിലാക്കാൻ എന്തുകൊണ്ടാണ് കഴിയാത്തത്? ഇവിടെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ എംഎൽഎമാർ എല്ലാവരും, നിങ്ങൾ ലീഗിന്റെ എംഎൽഎമാരെ നോക്കൂ, UDFന്റെ മറ്റ് എംഎൽഎമാരെ നോക്കൂ, എല്ലാവരും ഇത്തരം പദ്ധതികൾ കൊണ്ട് 100 കണക്കിന് വീടുകൾ നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് ഈ നാടിന്റെ നായകന്മാരായി മാറിയവരാണ്. ഏതെങ്കിലും ഒരു LDF MLA ഇത്തരത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു പദ്ധതി നടപ്പിലാക്കിയത് നിങ്ങൾക്കറിയാവോ? നിങ്ങൾക്ക് പുനർജനി പദ്ധതി പോലെയോ അല്ലെങ്കിൽ അൻവർ സാദത്ത് MLA നടത്തുന്ന പദ്ധതി പോലെയോ റോജി M. ജോൺ നടത്തുന്ന പദ്ധതി പോലെയോ നജീബ് കാന്തപുരം നടത്തുന്ന പദ്ധതികൾ പോലെയോ ഏതെങ്കിലും ഒരു സിഗ്നേച്ചർ പദ്ധതി നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ എന്തുകൊണ്ട് ഈ സർക്കാരിന് കാണിച്ചു കൊടുക്കാൻ കഴിയുമോ? പിണറായി വിജയന് കഴിയുമോ? ധർമ്മടം എന്ന് പറയുന്ന അയാളുടെ മണ്ഡലത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക പദ്ധതി നടപ്പിലാക്കിയായിട്ട് CPM-നോ പിണറായി വിജയനോ കാണിച്ചു കൊടുക്കാൻ കഴിയുമോ? അവിടെയാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും. കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു വാർത്ത വന്നു, 5ാം ക്ലാസ്സുകാരി സോൾഡർ ചെയ്ത് മറ്റേ ബൾബുകൾ ഉണ്ടാക്കി ഉപജീവനം നടത്തുന്ന കാര്യം ആലപ്പുഴയിൽ വാർത്ത വരികയും KC വേണുഗോപാൽ MP അവിടെ ഇടപെട്ട് അത് ആ കുട്ടിയുടെ പൂർത്തിയാകാതെ കിടക്കുന്ന വീട് പൂർത്തിയാക്കുകയും അയാളുടെ ആ കുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതം ഏറ്റെടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഈ രീതിയിൽ കോൺഗ്രസിന്റെ MLA-മാരും UDFന്റെ MLA-മാരും നിരന്തരം ജനകീയ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് വി ഡി സതീശന്റെ പുനർജനി പദ്ധതി. ഒരു പ്രദേശത്ത് 230 വീടുകൾ, 85 വീടുകൾ അറ്റകുറ്റപ്പണി, 50 ടൺ കാലിത്തീറ്റ, 9,000 കുട്ടികൾക്ക് ബാഗ്, 1 ലക്ഷത്തോളം കുട്ടികൾക്ക് മറ്റ് പഠന സാമഗ്രികൾ, 48 കമ്പ്യൂട്ടർ ലാബുകളുടെ പുനർനിർമ്മാണം, അതുപോലെ 48 അംഗനവാടികളുടെ പുനർനിർമ്മാണം, 22 കമ്പ്യൂട്ടർ ലാബുകളുടെ പുനർനിർമ്മാണം, ഇതൊക്കെ തറികൾ, വടക്കൻ പറവൂരിലെ തറികളുടെ നിർമ്മാണം, ഇതൊക്കെ നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമാണോ? അത്തരത്തിൽ വലിയൊരു പദ്ധതിയെ ഒരു അഴിമതി ആരോപണത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് ഒരു നേതാവിനെ വേട്ടയാടാമെന്ന് പിണറായി വിജയനും CPM-ഉം വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ അല്ലെങ്കിൽ പ്രബുദ്ധ കേരളത്തിന്റെ ജനകീയ മനസ്സ് അതിനെ തള്ളിക്കളയും. അതിനുള്ള തിരിച്ചടിയായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഒരു ജനവിധി ഉണ്ടാകുമ്പോൾ 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമ്പോൾ CPM-ന് മനസ്സിലാവും കള്ളപ്രചാരണങ്ങൾക്കും വ്യാജ അഴിമതി ആരോപണങ്ങൾക്കും കേരളത്തിന്റെ മണ്ണിൽ ഇനിയും സ്ഥാനമില്ലെന്ന്. ജനനേതാക്കളെയും ജനകീയ പദ്ധതികളെയും വേട്ടയാടാമെന്നുള്ള CPM-ന്റെയും പിണറായി വിജയന്റെയും മാധ്യമ മുതലാളിമാരുടെയും വ്യാമോഹങ്ങൾക്കുള്ള തിരിച്ചടിയായിരിക്കും UDFന്റെ വൻ വിജയം വരാൻ പോകുന്ന.